ജൂതപ്പള്ളി, ജൂതത്തെരുവ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളിൽ ആദ്യം ഓർമ്മ വരുന്നത് മട്ടാഞ്ചേരിയിലെ സിനഗോഗാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വസ്തുതകൾ നമ്മളിൽ പലർക്കും അറിയാത്തതുമാണ്. കേരളത്തിലെ ജൂതന്മാർക്ക് ആകെ 8 സിനഗോഗാണ് ഉള്ളത്. ഇതിലെ ഏറ്റവും വലുതും ഏറ്റവും പ്രധാനപ്പെട്ടതും പറവൂരിലെ സിനഗോഗാണ്. മറ്റൊരു വസ്തുത, ഒരു കാലത്ത് പറവൂർ എന്നുള്ളത് ജൂത ടൗൺ കൂടിയായിരുന്നു. പല ഭാഗങ്ങളും കൂട്ടിച്ചേർത്ത നിലയിലായിരുന്നു ഇവിടുത്തെ പള്ളി പണിതിരിക്കുന്നത്. വിശാലമായ ഇടനാഴി, വലിയ മുറ്റം, ഇരുനിലകളിലായുള്ള പടിപ്പുര, സ്ത്രീകൾക്ക് മാത്രമായുള്ള ഇരിപ്പിടം, ഇതെല്ലാം ഈ ജൂതപ്പള്ളിയുടെ പ്രത്യേകത തന്നെയാണ്. പറവൂരിലെ സിനഗോഗാണ്. മറ്റൊരു വസ്തുത, ഒരു കാലത്ത് പറവൂർ എന്നുള്ളത് ജൂത ടൗൺ കൂടിയായിരുന്നു. പല ഭാഗങ്ങളും കൂട്ടിച്ചേർത്ത നിലയിലായിരുന്നു ഇവിടുത്തെ പള്ളി പണിതിരിക്കുന്നത്. വിശാലമായ ഇടനാഴി, വലിയ മുറ്റം, ഇരുനിലകളിലായുള്ള പടിപ്പുര, സ്ത്രീകൾക്ക് മാത്രമായുള്ള ഇരിപ്പിടം, ഇതെല്ലാം ഈ ജൂതപ്പള്ളിയുടെ പ്രത്യേകത തന്നെയാണ്. പുറമേ നിന്നുള്ള സ്ത്രീകൾക്ക് അകത്തെ പ്രാർത്ഥനാലയത്തിൽ വരാൻ വേണ്ടി പ്രത്യേകം പണിത ഗോവണികളും ഉണ്ട്. പറവൂർ ജൂതപ്പള്ളിയുടെ മറ്റൊരു പ്രത്യേകത, മിനിയാൻ എന്നൊരു പ്രാർത്ഥന കൂട്ടം അവിടെയുണ്ട്. ഇതിൽ ജൂത പാരമ്പര്യം അനുസരിച്ച് 10 മുതിർന്ന പുരുഷന്മാർ ഉൾപ്പെടുന്നതാണ് ഒരു കൂട്ടം. അവിടുത്തെ പാരമ്പര്യ പ്രാർത്ഥനകൾ നയിക്കുന്നത് ഈ കൂട്ടം തന്നെയാണ്. ഇതിൽ സ്ത്രീ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ പറവൂർ ജൂതപ്പള്ളി അന്ന് ഒരു പഠന കേന്ദ്രമായിരുന്നു. വേദ പഠന കേന്ദ്രം തന്നെയായിരുന്നു. വേദങ്ങൾ വിശദീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമായിട്ടാണ് അന്ന് നിലനിന്നിരുന്നത്. റബ്ബ എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. കേരളത്തിലെ സിനഗോഗുകൾക്കുള്ള മറ്റൊരു പ്രത്യേകത, ഇവിടെയെല്ലാം സ്ത്രീ സാന്നിധ്യം അനുവദിച്ചിരുന്നു. സിനഗോഗുകളിൽ പ്രവേശിക്കാൻ സ്ത്രീകൾക്ക് അനുമതിയും കൊടുത്തിരുന്നു. കേരളത്തിന്റെ സിനഗോഗുകൾ മാത്രം കാണുന്ന കേരള തനിമ എല്ലാ സിനഗോഗുകളിലും കണ്ടിരുന്നു, പ്രത്യേകിച്ച് പറവൂരിലെ സിനഗോഗിൽ. അവഗണിക്കപ്പെട്ട ഈ ചരിത്ര സ്മാരകം 2009 കേരള സംസ്ഥാന പുരാവസ്തു ഗവേഷണം ഏറ്റെടുക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്തി 2014 പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു.